ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരും ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് സർവീസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ വാതിൽ തുറക്കണം. പ്രത്യേകിച്ച് താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ദൈവം വഴി തുറക്കേണ്ടതിനായിട്ട് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം അയക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തനിക്ക് ഈ വരുന്ന ജൂലൈയിൽ ഒരു എക്സാമുണ്ട്. എക്സാം പൂർണ്ണമായി പാസ്സാകുകയും ദൈവം തൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് കടക്കാരനല്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. ഈ മകൾ മുഖാന്തരം ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരം അറിയാം. ഈ മകളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൻ. അതേപോലെ എന്നെ കാണുന്നവർ ഒരുമിച്ച് ഈ മകൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ദൈവം കടക്കാരനല്ല പ്രിയരെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലമുള്ളതിനാൽ. ഹല്ലേലൂയ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രിയ മകൾ സർവീസസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ചലിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവെ, തിരുരക്തത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ കർത്താവെ, ഈ മകൾക്കുള്ള ജോലിയുടെ വഴി അങ്ങ് തുറക്കുന്നതിനായി നന്ദി. കർത്താവെ, അധികാരികളുടെ മനസ്സിനോട് ഇടപെടുന്ന ദൈവം ഈ മകൾക്ക് വേണ്ടി അവരുടെ വേക്കൻസി ഉളവായി വരുന്നതിനായി നന്ദി. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ജൂലൈ മാസം നടക്കുന്ന എക്സാമിൻ്റെ വെളിയിൽ ദൈവത്തിൻ്റെ കരം വരണമേ. കർത്താവ് ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നു കഴിയുമ്പോൾ തന്നെ കർത്താവെ, ഈ മകൾക്ക് വലിയ സമാധാനം, വലിയ സന്തോഷം വെളിപ്പെട്ട് വരണം. ആ ദേശത്തിൽ തന്നെ മാനിച്ചെന്ന് പറയുവാൻ, യേശു കടക്കാരനല്ലെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ, ഇതൊരു അത്ഭുതമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചന സന്ദേശമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആശ്രയിക്കുന്ന, ദൈവവചനത്തിനകത്ത് അടിസ്ഥാനമിട്ടവൻ്റെ മുകളിൽ ദൈവം ചില വാതിലുകൾ വയ്ക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിസ്ഥാനങ്ങളുടെ മുകളിലാണ് വാതിലുകൾ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് ഒന്നുകൂടെ സമർപ്പിക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി പുതിയ ചില വാതിലുകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ഇതാ നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയും ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാത്തത് ചിലത് നിനക്ക് വേണ്ടി ഇപ്പം വെളിപ്പെട്ട് വരും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് അടുക്കുന്നവനോട് ദൈവത്തിന് പറയാനുണ്ട്. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ നാമത്തിൻ്റെ അധികാരം നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുകയാണ്. കൈ പിടിച്ചുയർത്തുന്നത് പോലെ വിശ്വാസത്തിൽ പത്രോസും യോഹന്നാനും ആലയത്തിലോട്ട് കയറുമ്പോൾ പത്രോസ് ഒരിക്കലും എഴുന്നേറ്റിട്ടില്ലാത്ത അമ്മയുടെ ഉദരം മുതൽ മുടന്തലായ വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ ഇന്നത്തെ ഈ വചന ശബ്ദം നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് ഇന്നും ചിലവരെ സൗഖ്യമാക്കിയാണ്. ചിലവരെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകളെ ദൈവം കൊണ്ടുവരികയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് ദൈവകൃപ ആഴമായി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായതൊന്ന് ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരുങ്ങാനും പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുങ്ങിക്കൊണ്ട്, കർത്താവേ, നിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ആ ജീവനും ചൈതന്യമുള്ള ആ വചനം ഏത് ഇരതല വാളിനേക്കാൾ മൂർച്ചേറിയത്, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനം. യേശു പറയുകയാണ്, ഈ കേട്ട വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും മറുപടി വരുന്ന ദൈവത്തിൻ്റെ വചനം. ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ,
ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചലിക്കുകയാണ്. 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകുന്നവൻ. ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ ചിലവരുടെ മേളിൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശബ്ദം നിങ്ങളുടെ സീസണുകളെ തിരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞാലും, ഇന്നലകളുടെ ശൂന്യതകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ദൈവത്തിൻ്റെ ശബ്ദത്തിന് പത്രോസിൻ്റെ പടകിനെ നിറച്ച അതേ ശബ്ദം ഇതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേളിലും ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു കന്യകയുടെ അടുക്കൽ ദൂതൻ വിളിച്ചു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേളിൽ നേരിടുമ്പോൾ ലോകം കാണാത്തത്, ലോകം അറിയാത്തത് നിന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ രക്ഷിതാവ് നിന്നിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, ലോകത്തിൻ്റെ സമയമനുസരിച്ച് ഒരു പുരുഷനെ അറിയാതെ ഒരു കുഞ്ഞുണ്ടാകത്തില്ല. പക്ഷേ ഇതാ ദൂതൻ പറയുകയാണ്, ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരികയും അത്യുന്നതിൻ്റെ ശക്തിയാൽ നിനക്കൊരു തലമുറ വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിന്റെ മേളിൽ അത് സംഭവിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ അപമാനത്തിലേക്ക് തള്ളിവിടുന്ന പെനീനയുടെ മുമ്പിൽ, നിന്നെ അപമാനത്തിലേക്കും നിന്നെ കണ്ണുനീരിലേക്കും കടത്തിവിടുന്ന പെനീനയുടെ മുമ്പിൽ ഇതാ കർത്താവ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു പ്രവാചക സന്തതിയെ നിന്റെ മേളിൽ ആലയത്തിൽ വെച്ച് ഇതാ ദൈവം പകരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹന്ന ആലയത്തിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പുരോഹിതന്റെ വാക്കിലൂടെ അവൾക്ക് അത്ഭുതം സംഭവിക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച പ്രാർത്ഥന അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അന്നു മുതൽ അവളുടെ മുഖം വാടിയില്ല. ഇതാ അവളെ ദൈവം ഓർക്കുകയാണ്. വിശ്വാസത്തിൽ ചിലവരെ ദൈവിക സമയം ഇതിനകത്ത് തുറക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒരു പദം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. 31-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അപ്പോൾ ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സമയം കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം നിങ്ങൾ ആഴമായി ശ്രദ്ധിക്കുകയും ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നൊരു ആഴം പറയാം. പെട്ടെന്ന് നിൻ്റെ മേളിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് വെളിപ്പെടുന്ന ചില ആഴങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഇതാ യേശുവിനെ അടക്കിയ കല്ലറ ഉറപ്പുവരുത്തി അവർ കല്ലടച്ച് മുദ്ര വെച്ചു. പക്ഷേ ഇതാ 3 സ്ത്രീകൾ ആ കല്ലറയുടെ അടുക്കലേക്ക്, 6 ഞങ്ങൾക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവരുടെ മുമ്പിൽ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി ആ കല്ല് ഉരുട്ടി നിൽക്കുകയാണ്. പെട്ടെന്നൊരു പദമെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. പെട്ടെന്നുള്ളത് ഒരു ദൂതൻ്റെ തലമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഇതാ ആ ദൂതൻ ചലിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ഇതാ പ്രവാചകൻ യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറയുക, ഹിസ്കിയാ രാജാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം, നീ മരിച്ചു പോകും നിശ്ചയം. എന്നാൽ ആ തലത്തിൽ ആ പ്രവചന ദൂത് പറഞ്ഞുകൊണ്ട് ഹിസ്കിയാവ് ഇതാ നടുമുറ്റം എന്ന് പറഞ്ഞാൽ ചില സ്റ്റെപ്പുകൾ വെച്ച് നടുമുറ്റത്തേക്ക് എത്തുമ്പോൾ ഹിസ്കിയാവ് ആ സമയം കൊണ്ട് നിലവിളിക്കുകയാണ്, ഞാൻ ഇന്നലകളിൽ അങ്ങേക്ക് വേണ്ടി നിന്നതും അങ്ങേക്ക് വേണ്ടി പ്രവർത്തിച്ചതും ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുവരിനോട് മുഖം ചേർത്ത് വെച്ച് താൻ നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ ശബ്ദത്തിൽ ഇതാ ഉയരത്തിൽ നിന്നൊരു ശബ്ദം യേശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയണം, ഞാൻ 15 സംവത്സരം അവൻ്റെ ആയുസ്സിനോട് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ ജീവിതത്തിനകത്ത് ചില തിരിവുകൾ സംഭവിക്കും. കാരണം എൻ്റെ കാലഗതികളെ തിരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സ്തുതിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും. നിങ്ങൾ വിശ്വസിക്കുക, പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിന്ന് ചലിക്കാൻ പറ്റുമെങ്കിൽ ചലിക്കുക. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ആ വലിയ തലം തുറക്കുകയാണ്. ആത്മമണ്ഡലം ചലിക്കട്ടെ. ആത്മസാന്നിധ്യം ചിലവരെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവശബ്ദം പെട്ടെന്ന് ചില നിറവുകളെ കൊണ്ടുവരികയാണ്. ദൈവശബ്ദം പെട്ടെന്ന് ആത്മാവിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പഴകിയ മാറ്റം വെച്ച ലാസർ ഒറ്റ വാക്കിൽ ആ ശബ്ദത്തിൽ പുറത്തു വന്നതുപോലെ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് ചിലത് സംഭവിക്കുകയാണ്. ഈ വചന സന്ദേശം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നൊരു പ്രസംഗമല്ല ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിനകത്ത് ചിലവർ വിടുതലിലേക്ക് വരേണ്ടതിനായിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ഇതൊരു പ്രസംഗമായിട്ട് അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്നൊരു തടസ്സത്തിലാണോ ഇരിക്കുന്നത്, അതോ നിങ്ങൾ കടന്നു പോകുന്ന അനുഭവത്തിൽ ബന്ധനത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ബന്ധന
ബന്ധനത്തിനകത്തോ തടസ്സത്തിനകത്തോ ആണോ ഇരിക്കുന്നത് എന്ന് നമുക്ക് ശോധന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്നത്തെ വചന സന്ദേശം നിങ്ങൾ കേൾക്കണം. കാരണം 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക, നമ്മളെ കരകയറ്റുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന വചനം, അയക്കപ്പെടുന്ന വചനത്തിന്റെ പ്രത്യേകത യെശയ്യാവ് 55 അധ്യായത്തിൽ പറയുകയാണ്, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അതിൻ്റെ ഇഷ്ടം തികച്ചിട്ടും അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ടും മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ മുതൽ ഈ വചനത്തിൻ്റെ ആ ആഴത്തിനകത്ത് നിന്നുകൊണ്ട്, കർത്താവേ ഹല്ലേലൂയ, ആ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ ഭാരപ്പെടാതെ വീണ്ടും വീണ്ടും അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വീണ്ടും മടുക്കാതെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്, എൻ്റെ ഉടയവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്, നിന്റെ ആവശ്യത്തിനകത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശോധന ചെയ്യേണ്ടത്, അലിയ, ഞാൻ ഈ കടന്നു പോകുന്ന ഏതൊക്കെയോ മേഖലകളിൽ അലിയ എന്നെ അറിയുന്ന, എന്നെ കാണുന്ന ഒരു ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സമോ ബന്ധനമോ ഉണ്ടെങ്കിൽ, അലിയ, ബന്ധനം എന്ന് കേൾക്കുമ്പോൾ ചിലവരെ മുഖം ചുളിയുന്നത് എനിക്ക് കാണാം. അങ്ങനല്ല, അലിയ, ഞാൻ ആത്മാവിൽ വിളിച്ചൊരു വചനത്തെ നാം ശോധന ചെയ്ത ആ തടസ്സമുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ അതിനെ മുറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ തന്നെ പറയുന്നു, യേശുവിൻ്റെ രക്തമാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, അവസാനം നമ്മളത് പറഞ്ഞു പ്രാർത്ഥിക്കും, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിലയാണ് യേശുവിൻ്റെ രക്തം. ആ യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്, എന്നെ വീണ്ടെടുത്തതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏത് അനുഭവത്തിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഞാനൊരു സമുദായത്തിൻ്റെയോ ഒരു ജാതിയെ ഉയർത്താനോ ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഹല്ലേലൂയ ഒരു സംഘടന ഉയർത്താനല്ല ഞാൻ നിൽക്കുന്നത്. യേശു എനിക്ക് മനസ്സിലായ സത്യദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ മതത്തിൻ്റെ ദൈവമല്ല, അവൻ വിശ്വസിക്കുന്ന ദൈവമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുക, എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. വിശ്വസിക്കുക, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വില തന്നിരിക്കുകയാണ്. അങ്ങനൊന്ന് ഇന്നത്തെ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കേ, നിങ്ങളൊന്ന് കുരുങ്ങപ്പെട്ട അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ ഈ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ്, ആരോ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന പോലൊരു അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, എങ്ങനെയാണ് ഈ അനുഭവത്തിൽ ഞാൻ ആയിരിക്കുന്നത്, ബന്ധനത്തിലാണോ എന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബ് അത് വ്യക്തമായി പറയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 7 അധ്യായം അതിൻ്റെ 3 വാക്യം, വ്യർത്ഥ മാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വ്യർത്ഥ മാസങ്ങൾ എനിക്ക് അവകാശമായി തീർന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി വന്നു. നിങ്ങൾ നോക്കേ, വ്യർത്ഥ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിതത്തിനകത്ത് എവിടെ ഒതുങ്ങിപ്പോയതുപോലെ, ഒരു ജോലി ആഗ്രഹിക്കുന്നു, കയ്യിൽ വരുന്നില്ല, സാമ്പത്തികം ആഗ്രഹിക്കുന്നു, ഒന്നും നടക്കാതെ, ചിലവരെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്ന പോലെ, അല്ലെങ്കിൽ രോഗത്തിലായതുപോലെയോ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയതുപോലെ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒത്തിരി യാത്ര ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാതെ എവിടെയോ സാഹചര്യങ്ങൾ മുഴുവൻ മുടങ്ങിക്കിടക്കുന്നത് പോലെ മാസങ്ങൾ കടന്നു പോകുന്ന ആരോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, വിശ്വസിക്കുക, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്, ദൈവ സാന്നിധ്യം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവർക്ക് മനസ്സിലാകുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ എന്തോ ഒന്ന് എന്നെ തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, ഒന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യർത്ഥ മാസങ്ങളൊന്നും നടക്കാതെ പോകുന്ന ചിലവർ ഇപ്പോൾ മുതൽ എന്നെ കാണുന്ന ഒരു പ്രാർത്ഥിച്ചു തുടങ്ങണം. യേശുവിൻ്റെ രക്തത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും, യേശുവിൻ്റെ രക്തത്തിന് നിൻ്റെ കുരുക്കുകളെ അഴിക്കാൻ പറ്റും. അതേ നിലയിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. പുതിയ നിയമം അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായം. പുതിയ നിയമത്തിൽ നിന്ന് അതിൻ്റെ 2 ഭാഗങ്ങൾ പറയുന്നത്. അപ്പം ഈ ചിന്തിക്കുന്ന ചിന്തയിൽ നമുക്ക് മനസ്സിലാകും, പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിനകത്തും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരാം. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് അറിവിനേക്കാൾ വലുതാണ് പ്രിയരെ അനുഭവങ്ങൾ. ഞാനും ഹല്ലേലൂയ ഇതൊന്നും ഇല്ലെന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഗവൺമെൻറ് തലത്തിൽ തന്നെ മാസങ്ങൾ ചില നന്മകൾ തടയപ്പെട്ടിട്ടുണ്ട്, ചിന്തിക്കാത്ത കുരുക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വചനത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ കെട്ടുകളെ ദൈവം അഴിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്, ചിലത് അഴിയും, ചിലത് മാറും, ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായം 23 വാക്യം, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മോട് കയ്പ് തോന്നാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മുടെ അയൽക്കാർക്ക്, നമ്മുടെ ബന്ധുക്കാർക്ക്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഒരു പഴഞ്ചൊല്ലി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിന്നോടൊരു കയ്പ് തോന്നിയാൽ, നിന്റെ രഹസ്യങ്ങളും നിന്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന നിന്നോടൊരു കയ്പ് തോന്നിയാൽ, അവൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പുറകിൽ നിന്ന് ചെയ്താൽ മതി, അത് പിന്നത്തതിലൊരു ബന്ധനം പോലെ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതാ നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും കടന്നു പോകുന്നതായി ഞാൻ കാണുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അനീതിയുടെ ബന്ധനം പോലെ നിൽക്കുന്ന ചിലത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയട്ടെ, നമ്മളൊരു ബാങ്കിൽ ചെല്ലുന്നു, നമുക്ക് സാമ്പത്തികം കിട്ടുന്നില്ല. നമ്മൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുന്നു, അത് നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. ഇതൊക്കെ സൈനുകളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഒരാളൊന്ന് ഒപ്പിട്ടാൽ മതി, നമുക്കത് കിട്ടണം. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരാഴ്ച, ഒരു മാസത്തേക്ക് ലീവിലാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. അടുത്ത സെക്രട്ടറി വരണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ കടന്നു പോകുന്നു ഒത്തിരി പേര് എനിക്ക് കാണാം. ഒന്നുകൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുക, ചിലവർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അധികാരി പറയുകയാണ്, വേക്കൻസി ശരിയാകുന്നേ ഉള്ളൂ, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരക്കും പറയും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നത് പോലെ അനീതിയുടെ ബന്ധനങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആരോ മനഃപൂർവ്വമായി നിന്റെ വഴിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ. പക്ഷെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ ഇന്ന് അത്ഭുതകരമായി നീതി നടപ്പാക്കാൻ പോവുകയാണ്. നീതീകരണം യേശുവിൻ്റെ രക്തത്താലാണ് സംഭവിക്കുന്നത്. ആ പട്ടണത്തിൽ നിന്നെ വിളിച്ചത് നീതി കാണാൻ വേണ്ടിയാണ്. ദൈവികം നീതി നിന്നെ മേളിൽ ചലിക്കാൻ പോകുന്നു. വിശ്വാസത്തിൽ പറ, എൻ്റെ മേളിൽ ഇന്ന് ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് പഠിച്ചു, ജീവിതത്തിനകത്തൊരു ഉയർച്ചയില്ല. ഹല്ലേലൂയ. പഠനം സാമ്പത്തികമില്ലാത്തതുകൊണ്ട് മുടങ്ങിപ്പോയി. ഹല്ലേലൂയ. 1-ാം വർഷം പഠിച്ചു ബ്രദറെ, ഇപ്പം എനിക്ക് അതിനകത്ത് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. 2-ാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഒരു കുരുക്കിലായതുപോലെ, ആ വീട് പണി നിന്നുപോയതുപോലെ, ഇങ്ങനെ അനീതിയുടെ ചലനങ്ങൾ ആരൊക്കെയോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചന കേൾവിയിൽ നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞത് ചിലത് തുറന്നു വരികയാണ്. അടഞ്ഞത് ചിലത് തുറന്നു വരുന്നു. യേശുവിൻ്റെ രക്തത്തിൽ ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ, ലോകം കാണാത്ത ഒരു അത്ഭുതം ഇപ്പോൾ നിന്റെ മേളിൽ സംഭവിച്ചു തുടങ്ങിയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ആ ജീവിതത്തിനകത്ത് പെട്ടെന്ന് ചിലത് തുറന്നു വരികയാണ്. ഒന്നുകൂടെ ഒരു ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. ഈ ഭാഗം ശ്രദ്ധിച്ചാൽ ഇതാ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും കാണും. എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ഒരു ആഴം പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. 31-ാമത്തെ വാക്യം, അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവൻ എന്ന് പറഞ്ഞു. ഇപ്പം ഈ 2 ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തേക്കാൾ ഒന്നുകൂടെ വ്യക്തമാണ് ലൂക്കോസ്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. യഹൂദൻ്റെ ആ സമയത്ത് കഴുതകൾ വാഹന മൃഗമായിട്ടാണ് പോകുന്നത്. സാധനങ്ങളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരാളെ അടുത്ത ദേശത്തിലേക്ക് ദൂരത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹന മൃഗമായിട്ടാണ് കഴുതയെ കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു ഉപയോഗശൂന്യമായി കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജീവിതത്തിനകത്ത് ഒരു സാധ്യതയില്ലാത്തതുപോലെ കെട്ടിയിട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ച് യേശു അധികാരമുള്ളവനെ അയക്കുകയാണ്. അധികാരമുള്ളവനോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് കെട്ടഴിക്കണം. കെട്ടഴിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്തിനായി അഴിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്തിനാ അഴിക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് യേശുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടയവന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ശത്രു എത്ര കെട്ടിയിട്ടിരിക്കുക ആരെങ്കിലും യേശുവിൻ്റെ നാമം പറഞ്ഞാൽ, അധികാരം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ചിലത് അഴിയും. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ
കെട്ടാൻ ഒത്തിരി സമയമെടുത്താണ് കെട്ടുന്നത്. പല മേഖലകളിലായിരിക്കാം കെട്ടുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അധികാരം, ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരം, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കെട്ടുകൾ ചിലത് ആത്മമണ്ഡലത്തിൽ കരിയും, ചിലത് പാടെ അഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ വചന സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് അഴിഞ്ഞെന്നുള്ളത് ഉറപ്പ് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഇതാ ഈ കഴുതക്കുട്ടിയുടെ ചരിത്രം മാറുകയാണ്. അതിൻ്റെ പാരമ്പര്യം അനുസരിച്ച്, അതിൻ്റെ കുലമനുസരിച്ച് ആർക്കുമില്ലാത്തൊരു വിടുതൽ. നിങ്ങൾ കെട്ടപ്പെട്ടവരാണെങ്കിലും യേശു നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കുടുംബത്തിൽ, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ ഉയരുന്നത് പോലെ വേറെ ഒരാൾ ഉയരത്തില്ല. ആ പട്ടണത്തിൽ ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്, നിന്നെ മാനിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ അതിനെ കാണ്, വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കുക. ഇന്ന് ചിലവരുടെ സീസൺ മാറാൻ പോവുകയാണ്, ചിലവരെ ജീവിതഗതി മാറാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സമയത്തെയും കാലങ്ങളെയും മാറ്റുന്നവനാണ്. ഇതാ നിനക്ക് വേണ്ടി കാലങ്ങൾ തിരിയാൻ പോകുന്നു, നിനക്ക് വേണ്ടി സമയം തിരിയുകയാണ്. അവൻ രാജാക്കന്മാരെ വഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നവനാണ്. ഇന്ന് നിനക്ക് വേണ്ടി ആ പട്ടണത്തിൽ ചിലതിനെ അവൻ എഴുന്നേൽപ്പിക്കും, നിനക്ക് വേണ്ടി ചിലതിനെ അവൻ നീക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ ഇപ്പോൾ മുതൽ വിളിച്ചു പറയുന്നു, നിനക്കൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക, വലുതിലേക്ക് നടക്കുക, വലുതിലേക്ക് നടക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അതിശയങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ മുതൽ ചിലവർക്ക് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ശരീരത്തിനകത്ത് ചൂട് പിടിക്കുന്നത് പോലെ, ചിലവരെ അകത്ത് ഹല്ലേലൂയ ഈ സന്ദേശം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലവർ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണാം. അവരുടെ മേളിൽ ചിലത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ മുതൽ ആ കരമടിച്ചൊന്ന് ആരാധിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന പൗലോസും ശീലാസിനെയും എത്ര കെട്ടിയിട്ടാലും, എത്ര യാമത്തിലിട്ട് പൂട്ടിയാലും ആ പൂട്ടുകളും ആ വാതിലുകളും അവരുടെ മുമ്പിൽ തകർന്നു വീഴും. അവരിതാ അതിനെ പൊളിക്കുന്ന ഒരു ആരാധനയിലേക്ക് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്റെ മേളിലുള്ള ആ വിടുതലുകൾ അടുത്തുള്ളവർക്ക് കൂടെ ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. പൗലോസിനെയും ശീലാസിനെയും അകത്ത തടവറയിൽ ശത്രു കെട്ടിയാലും അവരുടെ സ്തുതിയുടെ മുമ്പിൽ, അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, അവരുടെ ആരാധനയുടെ മുമ്പിൽ അവർക്ക് മാത്രമല്ല ചുറ്റും നിന്നവരും കൂടെ വിടുതലിലേക്ക് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ ആത്മാവിൽ സ്തുതിക്കുക, ചിലവരുടെ വിടുതലുകൾ സംഭവിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, യേശുവിൻ്റെ നാമത്തിൽ ചിലത് അഴിഞ്ഞെന്ന് ഉറപ്പ് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൂടെ വരികയാണ്. നിങ്ങൾ അപമാനത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ശത്രു നിങ്ങളെ കണ്ട് പരിഹസിക്കുകയും ആർപ്പിടിയൊക്കെ ചെയ്യുന്നത് പോലെ, ഹല്ലേലൂയ, ആ വീട്ടിലെ ചെറുക്കനാണ്, ആ കുടുംബമാണ്, ഒന്നുമില്ല, എല്ലാം തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസത്തിൽ ചിലവരെ കണ്ണുകൾക്ക് നിങ്ങളൊരു പരിഹാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കണം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ചില സൈനുകളാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അവൻ ലേഹയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരിക്കുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. ചിലവരുടെ പരിഹാസത്തിലും ചിലവരുടെ ആർപ്പിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ചിലവരിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ കെട്ടാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. നിങ്ങളിപ്പോൾ ഒന്ന് ആത്മാവിൽ ചലിക്കുക. ശിംശോന്റെ മേളിൽ ഇറങ്ങിയ ആത്മശക്തി ഇതാ നിന്റെ മേളിൽ ഇറങ്ങിയാണ്. മാളിക റൂമിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞ ശിഷ്യന്മാർ ആ 120 പറ പട്ടണത്തിനൊരു അതിശയമായതുപോലെ, പട്ടണം അവരിലേക്ക് തിരിഞ്ഞതുപോലെ ഇപ്പോൾ നിന്റെ വിടുതൽ ആ പട്ടണത്തിൽ സംഭവിക്കുകയാണ്. നിന്റെ മേളിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ ആരാധിക്കുക. നിന്റെ മേളിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നത്, ഇരുട്ടിൻ്റെ ബന്ധനം. ഹല്ലേലൂയ. മുമ്പിൽ ഒന്നും കാണാൻ പറ്റാത്തതുപോലെ കണ്ണുകളെ മൂടിക്കൊണ്ട് ഒരു ഇരുട്ടിൻ്റെ ബന്ധനം ചലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതാ നിന്റെ മേളിൽ കെട്ടഴിയാൻ പോവുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാമോ? അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
ചിലത് അറുത്ത് മാറ്റുകയാണ് ദൈവം. ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ അതിനെ ക്ലെയിം ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, ഒരു അതിശയകരമായ ദൈവപ്രവൃത്തി ഈ മക്കളുടെ മേളിൽ വെളിപ്പെട്ടു തുടങ്ങിയാണ്. യേശുവെ, തിരു രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ഈ മക്കളുടെ മേളിൽ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ ആഴം ഈ മക്കളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഒരു അത്ഭുതം ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇരുട്ടിൻ്റെ ശക്തികൾ ഇവരുടെ മുമ്പിൽ നിന്ന് മാറട്ടെ. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഇതാ വചന ശബ്ദം വെളിപ്പെടുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തി നിന്റെ മുമ്പിൽ പാതകളെ, ഇരുട്ടുകളെ നീക്കിക്കളയുന്നത് പോലെ ഇതാ നിന്റെ മുമ്പിൽ ഒരു അസാധാരണമായതൊന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്. ചലനമുണ്ടാകട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. അതേ നിലയിൽ തന്നെ ഒറ്റ പദം ഒന്ന് വേഗത്തിൽ പറയുകയാണ്. ചിലവർ വർഷങ്ങളായി രോഗബന്ധനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗബന്ധനം എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിന് മുകളിൽ അറിയാം. മരുന്ന് കഴിക്കുന്നതിനെല്ലാം നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ അത് മരുന്ന് കൊണ്ട് തീരുന്നതല്ല, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലത് തീരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനൊന്ന് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-12 വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ ഒരു കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 12-ാമത്തെ വാക്യം. യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. യേശു കർത്താവ് ശുശ്രൂഷിക്കുന്ന സമയത്ത് 18 സംവത്സരമായി കൂനിയായ ഒരു സ്ത്രീ, രോഗബന്ധനത്താൽ ഒട്ടും നിവരാൻ കഴിയാത്തവൾ. അവളെ കണ്ടിട്ട് യേശു പറയുകയാണ്, അവളുടെ മേലോട്ട് കൈവച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം ഇപ്പം അഴിഞ്ഞിരിക്കുകയാണ്. 18 വർഷമായിട്ട് അവൾ രോഗബന്ധനത്താൽ ഭാരപ്പെട്ടു. നമുക്ക് കാണാം, 12 വർഷമായി എല്ലാ വൈദ്യന്മാരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ. അവൾ ഏറ്റവും പരവശയായി തീർന്നു. പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് അവൾ സൗഖ്യമാകുകയാണ്. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്ന് പുറപ്പെട്ട ശക്തി അവളുടെ ബ്ലീഡിങ്ങിനെ, രക്തസ്രാവത്തെ നിർത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേളിൽ ചലിക്കുകയാണ്. ഒന്നുകൂടി ഒരു പദം നിങ്ങളെ നോക്കി വിളിച്ച് പറയുകയാണ്. നിങ്ങളുടെ തലമുറകൾക്കോ നിങ്ങൾക്കോ വിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാവിൻ്റെ കെട്ടുകളുണ്ടെങ്കിൽ, നമുക്ക് ഇൻ്റർവ്യൂവിനോ നമ്മുടെ നന്മകളെ തടയുന്ന ഒത്തിരി മേഖല അതിനകത്ത് കാണാം. ഇതാ മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 34-35 വാക്യങ്ങളിലേക്ക് കൂടെ. തുറന്നു വരിക എന്നർത്ഥമുള്ള എപേദ എന്ന് പറഞ്ഞു. 35-ാമത്തെ വാക്യം. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഈ വാക്യത്തിനകത്ത് ഒരു ആഴം കാണാം. യേശു കർത്താവ് ആ വ്യക്തിയുടെ നാവിൻ്റെ കെട്ടിനെ അടിക്കുകയാണ്. ശരിയായി സംസാരിച്ചെന്ന് അവിടെ കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റാത്തൊരു മേഖലയാണ് വിക്കെന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു കെട്ടാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറേണ്ടതിനായി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തത്തിൽ അത് മാറേണ്ടതിനായി പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ച്, അല്ലെങ്കിൽ ചിലത് ഭാഗികമായി ചലിക്കുന്നുണ്ട്. എന്നാൽ ദൈവമാണ് അയച്ച് നിങ്ങളെ കെട്ടടിച്ച് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. 105-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യങ്ങളോട് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കൊടുങ്ങുകയും ചെയ്തു. 20-ാമത്തെ വാക്യം. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, രാജാവ് ആളയച്ച് എന്ന് പറഞ്ഞാൽ ദൈവം ചിലവരെ ഇപ്പോൾ വിടുവിക്കാൻ പോവുകയാണ്. ഈ വാക്കുകൾ യോസെഫിനെ കുറിച്ചുള്ള പദങ്ങളാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. പൊട്ടക്കിണറ്റിൽ വീണതും, പൊത്തിഫറിന്റെ വീട്ടിൽ വന്നതും, അടിമച്ചന്തയിൽ വന്നതും, കാരാഗ്രഹത്തിലായതും ഒക്കെ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് വ്യക്തമായിരുന്നു. ദൈവം എൻ്റെ കൂടെയിരുന്നു. പക്ഷെ സമയമായപ്പോൾ, ദർശനത്തിൻ്റെ പൂർത്തീകരണമായപ്പോൾ ദൈവം ആളെ അയച്ച് വിടുവിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ചിലവർ വിടുതലിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, ദൈവശബ്ദത്തിൻ്റെ സഹായത്താൽ ഇതാ നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് തിരിവുകൾ വരാൻ പോവുകയാണ്. ചിലവർ എഴുന്നേൽക്കുന്നു, ചിലവർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു എന്നുള്ള വചനത്തിൻ്റെ ശക്തിയാൽ ഇതാ നിന്നെ ദൈവം വിടുവിക്കാൻ പോകും. ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും തടസ്സത്തിൽ നിന്നോ ബന്ധനത്തിൽ നിന്നോ ഇപ്പോൾ പുറത്തു വരികയാണ്. യേശുവിൻ്റെ വിലയുള്ള രക്തത്താൽ ഇവർ നീതീകരിക്കപ്പെടുന്നു. ഇവർ ആ വിഷയത്തിനകത്തും ചങ്ങല പൊട്ടിയതുപോലെ പുറത്തു വരികയാണ്. യേശുവേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഇവരും ഇവരുടെ തലമുറകളും ഇപ്പോൾ മോചിക്കപ്പെടട്ടെ. അവരുടെ മുമ്പിൽ ആ അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. സ്വർഗം ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഈ ദിവസങ്ങളും നേരിട്ട് കാണുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ തൃശ്ശൂരിൽ, എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ വിളിക്കുകയും കൂടെ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.